എല്ലാവർക്കും നമസ്കാരം. ഈ പൊതുവെ ഇന്നത്തെ ഈ ലോകത്ത് അധികം പണമുള്ള ആൾക്കാർക്ക് അധികം ബഹുമാനം കൊടുക്കുന്ന ഒരു പ്രവണത ഉണ്ട്. ഈ വലിയ ആളാണ്, വലിയ കുടുംബത്തെ ആളാണ്, അയാൾ ആരാന്നറിയോ, ഇന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ഇന്ന കച്ചവടം ചെയ്യുന്ന ആളാണ്, കോടീശ്വരനാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര ബഹുമാനവും അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ ചില ആൾക്കാർ ഈ പണമില്ലാത്ത ആൾക്കാരെയൊക്കെ പ്രത്യേകിച്ച് അത്രയൊന്നും സ്നേഹിക്കുകയൊന്നുമില്ല, ബഹുമാനിക്കുകയില്ല. ഒരു നല്ല മനുഷ്യരായിരിക്കാം, പക്ഷെ പണമുള്ള ആൾക്കാർക്ക് അധിക സ്ഥലങ്ങളിലും അവർക്ക് പ്രത്യേക ബഹുമാനവും എല്ലാം കൊടുക്കുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ചില എക്സംഷൻസ് കാണും. അങ്ങനെയുള്ളൊരു എക്സംഷനാണ് തമിഴ്നാടിൻ്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ എം ജി രാമചന്ദ്രൻ. ഒരു ദിവസം അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം പേപ്പർ വായിക്കുന്ന സ്ഥലത്ത് ഒരു ലെറ്റർ വന്നിരിക്കുന്നു. അതൊരു കല്യാണത്തിലെ ക്ഷണക്കത്താണ്. അതിലൊന്നുമില്ല, ഒരു മഞ്ഞ കളറിലുള്ളൊരു പത്രിക, വളരെ ലളിതമായി വളരെ കുറഞ്ഞ ചെലവിൽ പ്രിൻ്റ് ചെയ്യപ്പെട്ട ഒരു കാർഡാണ്. ആ കാർഡിൽ എൻ്റെ മകളുടെ കല്യാണം, എൻ്റെ മകളുടെ പേര് ഇതാണ്, കല്യാണം കഴിക്കുന്ന ആളുടെ പേര് ഇതാണ്, ഈ മകളുടെ കല്യാണം ഈ തമിഴ്നാട്ടിൻ്റെ തന്നെ കണ്ണിലുണ്ണിയായ മുഖ്യമന്ത്രിയായ ശ്രീ എം ജി രാമചന്ദ്രൻ അനുഗ്രഹത്തോടു കൂടി ഇന്ന ദിവസം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് മാരിമുത്തു എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അഡ്രസ്സോടെ ഉണ്ട്. ഇത് വായിച്ചിട്ട് ശ്രീ എം ജി ആറിന് ഇയാൾ ആരാണ്, എനിക്കൊന്നും പരിചയമില്ലല്ലോ, എന്താണെന്നൊക്കെ അന്വേഷിക്കാനായിട്ട് കൂടെയുള്ള ഒരു ടീമിനെ അയച്ചു. നോക്കിയപ്പോൾ ആ അഡ്രസ്സ് ചേറും അഴുക്കും എല്ലാം ഉള്ളൊരു ചെറിയൊരു ലൈന്, അവിടെ ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പ്ലാറ്റ്ഫോമിൻ്റെ അടുത്തൊരു ചെറിയ കുടിൽ, അതും ഈ ഇരുമ്പിൻ്റെ ഷീറ്റൊക്കെ ഇട്ടിട്ടുള്ള ചെറിയൊരു 2-3 പേരോട് എങ്ങനെയും കഷ്ടിച്ച് കിടക്കാം. അതിനടുത്ത് ചെരുപ്പ് തയ്ക്കുന്ന ഒരാൾ. അയാളോട് പോയി ചോദിച്ചു, ഇവിടെ ആരാ മാരിമുത്തു? അയാളോട് ഞാനാണ് മാരിമുത്തു. നിങ്ങളുടെ മോളുടെ കല്യാണം ഉണ്ടോ? അതെ, കല്യാണം ഉണ്ട്, ഇനി ഒരാഴ്ച ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മക്കളാണ്? എനിക്ക് 2 മക്കളാണ്. ഒരു മോളെ കല്യാണം കഴിച്ചു കൊടുത്തു, ഒരു മോളുടെ കല്യാണമാണ് ഇപ്പോൾ. അത് ശരി, നിങ്ങളുടെ കല്യാണത്തിന് നിങ്ങൾ മുഖ്യമന്ത്രിക്ക് നിങ്ങൾ ക്ഷണക്കത്ത് കൊടുത്തോ? അതെ, ഞാൻ ക്ഷണക്കത്ത് കൊടുത്തു. അദ്ദേഹം വരുന്നത് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? എന്താണ് പറയുന്നത്? അദ്ദേഹത്തിന് എങ്ങനെയാണ് വരാൻ പറ്റുക? അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എൻ്റെ ഒരു ക്ഷണക്കത്ത് എത്തിയല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് ഞാനിപ്പോൾ. അവിടെ എത്തിയെന്ന് എനിക്ക് അറിഞ്ഞു, രജിസ്റ്റർ പോസ്റ്റിൽ അയച്ചു, എൻ്റെ മോഡ് പറഞ്ഞതൊക്കെ കിട്ടി എന്ന് പറഞ്ഞു. അവിടെ കിട്ടി, അക്നോളജ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തെ അത്ര ഇഷ്ടമാണ്. എന്താണ് ഇഷ്ടം? എൻ്റെ 2 മക്കളും അതായത് മറ്റുള്ള സ്റ്റേറ്റിലൊന്നും തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തമിഴ്നാട്ടിൽ വിദ്യാർത്ഥികൾക്ക് ആഹാരം കൊടുക്കുന്ന ആ ഒരു സ്കീം ഇവിടെ തമിഴ്നാട്ടിൽ ഉണ്ടല്ലോ. അത് പ്രകാരം എൻ്റെ മക്കൾ അവിടുത്തെ ആഹാരം കഴിച്ചിട്ടാണ്, പിന്നെ അവിടുത്തെ ടീച്ചർമാർ കുറച്ച് എക്സ്ട്രാ ചോറും കൊടുത്തയക്കും. അതുകൊണ്ടാണ് ഒരു രാത്രി ഞങ്ങളൊക്കെ കഴിച്ചിരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ആഹാരം തന്ന എൻ്റെ പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കൾക്ക് പഠിക്കാനൊക്കെ സഹായിച്ച് എല്ലാം ചെയ്ത ദൈവമാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഞങ്ങൾ എന്തും കൊടുക്കും, ഞങ്ങൾക്ക് കൊടുക്കാമൊന്നുമില്ല, ജീവൻ വേണമെങ്കിൽ ജീവൻ കൊടുക്കും, അത്ര സ്നേഹമാണെന്നൊക്കെ പറഞ്ഞ് ഈ റിപ്പോർട്ട് എടുത്ത് എം ജി ആറിൻ്റെ അടുത്ത് കൊണ്ടുപോയി. കല്യാണത്തിൻ്റെ ആ ദിവസം 10 മന്ത്രിമാരും 12 MLA മാരോടും അത്രയേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ടീം എന്നാണ് എൻ്റെ ഓർമ്മ. അത്രയും പേരെ അഭിവാദത്തിന് വരാനായിട്ട് അദ്ദേഹം ഓർഡർ ചെയ്തു. കല്യാണത്തിന് സമയം 7:30 to 9 ആകുന്നേക്കാണ്. ആ സമയത്തിന് 7:15 അവിടെ എത്തി. അതും എല്ലാം ആർക്കും അറിയാം. ഈ മാരിമുത്തു എന്ന് പറഞ്ഞ ആൾക്ക് അറിയില്ല ഇവരൊക്കെ ഇങ്ങനെ വരുന്നോ, എം ജി ആർ വരാൻ പോകുന്നോ ഒന്നും അദ്ദേഹത്തിന് അറിയില്ല പാവം. പക്ഷേ അവിടെ പെട്ടെന്ന് അവിടെ എം ജി ആർ പോകുന്നു. അഴുക്കിലൊക്കെ നടക്കാൻ പറ്റുന്നില്ല, മുണ്ടൊക്കെ മടക്കി കുത്തിയിട്ട് കാലൊക്കെ ചേറായിട്ടാണ് അദ്ദേഹം അവിടെ എത്തിച്ചേർന്ന് മാരിമുത്തു ഓടി വന്നു. അയ്യാ നിങ്ങളിവിടെ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ്. അപ്പം അദ്ദേഹം എം ജി ആർ ചോദിച്ചെന്ന് ശ്രീ എം ജി ആർ ചോദിച്ചെന്ന് നിങ്ങൾ നിങ്ങൾ വിശ്വസിച്ച് എന്നെ ക്ഷണിച്ചല്ലോ, ഞാൻ ശരിക്കും സമയത്തിന് എത്തിയോ എന്ന് തമാശയായിട്ട് ചോദിച്ചെന്ന്. അപ്പോൾ അദ്ദേഹത്തിന് ഒന്നും ഉത്തരം പറയാൻ വയ്യാണ്ട് ഒരു ആനന്ദാശ്രുവിൽ നിറഞ്ഞു. എപ്പോൾ പറയായിരുന്നു എന്ന് കൂടുതലുള്ള ആൾക്കാരോട്. വലിയ കോടീശ്വരന്മാരുടെ വീട്ടിലെ കല്യാണമൊക്കെ നടക്കും, അവർ നടന്നു പോകും, ഒരു പ്രശ്നമില്ല, പണത്തിന് അവർക്ക് പ്രശ്നമില്ല. പക്ഷെ ഇതുപോലത്തെ കല്യാണത്തിനൊക്കെയാണ് നമ്മളെപ്പോലുള്ള ചിലരൊക്കെ ഇതൊക്കെ അറ്റൻഡ് ചെയ്ത് ഈ കല്യാണം നന്നായി നടത്തേണ്ടത്. അതുകൊണ്ട് നമ്മുടെ പാർട്ടിയിലുള്ള ആൾക്കാരും അധികാരികളും പണമുള്ള ആൾക്കാരൊക്കെ നമ്മുടെ കുടുംബത്തിലേക്ക് ആരെങ്കിലും വിശ്വസിച്ചിട്ട് ഒരു ക്ഷണക്കത്തൊക്കെ അയച്ചാൽ നമ്മൾ അവിടെ നിന്ന് നമ്മുടെ കുടുംബത്തിലൊക്കെ ഒരു കുട്ടിക്ക് കല്യാണം നടത്തി കൊടുക്കുന്നത് പോലെ കല്യാണം നടത്തി കൊടുക്കണമെന്ന് ശ്രീ എം ജി ആർ പറഞ്ഞതായിട്ടുള്ള ആ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. അതുകൊണ്ടാണ് ഞാനത് ഇവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ദർശനത്തിൽ ദൈവം നമ്മളൊന്നും കാണുന്ന കാഴ്ചയല്ല ദൈവത്തിൻ്റെ കാഴ്ചകൾ. ആരാണോ നിൻ്റെ മുമ്പിൽ ഒരു പാവപ്പെട്ടവനായിട്ട് വരുന്നത്,
കഷ്ടപ്പെടുന്നവനെ സഹായത്തിനായിട്ട് വരുന്നത് അവനിൽ നിങ്ങളെ കാണുന്ന ഒരു മനുഷ്യനെ കാണരുത്, നിങ്ങൾ എന്നെ കാണുമെന്നാണ് ദൈവം പറയുന്നത്. എല്ലാ മതങ്ങളിലെയും ദൈവം പറയുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ വായിക്കുമ്പോൾ ഞാൻ പറയായിരുന്നു, ഞാൻ മനസ്സിലാക്കി, അതായത് ഇസ്ലാം സംബന്ധപ്പെട്ട പുസ്തകത്തിൽ ഖുറാനിൽ നിന്നങ്ങാണ്ട് റെഫർ ചെയ്താണ് അവർ പറയുന്നത്. എന്നാൽ ഈ ഖുറാൻ സംബന്ധപ്പെട്ട ആ പുസ്തകങ്ങളിൽ നിന്ന് ഒരു ഭാര്യയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒരു ഭർത്താവ് കൊടുക്കുമ്പോൾ അഹങ്കാരത്തിൽ ചിലപ്പോഴും കൊടുക്കാറില്ല, ഞാനെന്താ നിനക്ക് തരണം ചോദിക്കും ചിലപ്പോൾ ചില ആൾക്കാർ. അത് ആ ഒരു ഗ്ലാസ് വെള്ളം ഭർത്താവിന് ഭാര്യ കൊടുക്കുന്നത്, ഭാര്യയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നത് പോലും ഒരു പുണ്യത്തിൻ്റെ പ്രവൃത്തിയായിട്ട് സ്വർഗത്തിൽ എഴുതി വെക്കുന്നതാണ് പറയുന്നത്. അപ്പം നമ്മൾ ഒരു വചനമുണ്ട്, ബൈബിളിലാണോ ഖുറാനിലാണോ എനിക്കറിയില്ല, നീ ഒരു പാവപ്പെട്ടവനോട് നിങ്ങൾ കരുണ കാണിക്കുമ്പോൾ, നിങ്ങൾ സഹായം ചെയ്യുമ്പോൾ അത് അവനല്ല ചെയ്യുന്നത്, നിങ്ങൾ ചെയ്യുന്നത് കരുണ ദൈവത്തിലേക്കാണ് നിങ്ങൾ ചെയ്യുന്നത്. ഏതൊരു മനുഷ്യനിലേക്ക് നമ്മൾ കരുണ വർഷിക്കുമ്പോൾ അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചിരിക്കുകയായിരിക്കും. നമ്മളാണ് അത് ചെയ്യുക എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പണിയാണ്, ദൈവ വേലയാണെന്നാണ് പറയുന്നത്, അല്ലെ, ഡിവൈൻ വർക്കായിട്ട് അവർ കാണുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ദൈവത്തിന് പ്രീതി ചെയ്യാച്ച എന്താണ്, മറ്റുള്ള എല്ലാ മനുഷ്യരും ദൈവങ്ങളായി കണ്ടിട്ട് അവർ നമ്മൾ സ്നേഹിക്കുന്നതാണ് എന്താണ് ദൈവവേല, അല്ലെങ്കിൽ ദൈവത്തിന് പ്രീതി ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മൾ കുറേ തേങ്ങ പൊട്ടിക്കുന്നതുകൊണ്ടോ നമ്മുടെ ശരീരത്തിൽ മെല്ലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കുത്തി വേദനിപ്പിക്കുന്നതോ, അല്ലെങ്കിൽ കുറേ പണം കാണിക്കാനായിട്ട് കുറേ അമ്പലങ്ങളും പള്ളികളും ഒന്നും കെട്ടുന്നതൊന്നും ആയിരിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാ ദൈവങ്ങളും നമുക്കറിഞ്ഞ ഹിന്ദു മതത്തിലുള്ള ദൈവങ്ങളായാലും ശരി, ക്രിസ്തു മതത്തിലുള്ള യേശു ക്രിസ്തു ആയാലും ശരി, കർത്താവ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമായ കർത്താവിൻ്റെ ദർശനത്തിലും ഹിന്ദു മതത്തിലുള്ള 33 കോടി ദേവന്മാരുടെ ദർശനത്തിലും അള്ളാഹുവിനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും എല്ലാവർക്കും ഇഷ്ടം എന്താണ് പറയുക, മനുഷ്യ സേവ ഈശ്വര സേവ ആ അർത്ഥത്തിലാണ്. അതായത് മനുഷ്യൻ ചെയ്യുന്ന സേവ ദൈവത്തിന് ചെയ്യുന്ന സേവയായിരിക്കുന്നത്. അതുകൊണ്ട് ആരെയും നമ്മൾ ഇങ്ങനെ ചെറുതായിട്ട് കാണരുത്. എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും ഒരു ദൈവമുണ്ട്. ആ മനുഷ്യൻ നമ്മൾ സന്തോഷിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തെയാണ് സന്തോഷിപ്പിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് എല്ലാ മനുഷ്യരോടും നമുക്ക് അത്രത്തോളം ഹൃദയത്തിൽ ആ സ്നേഹം നമുക്ക് അളവില്ലാതെ വരും. ഇത് പറയുമ്പോൾ ഒരു സംഭവം എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളിതിനു മുമ്പുണ്ടായിരുന്ന ഫ്ലാറ്റിൽ ഒരു 12 ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ രണ്ട് ചെറുപ്പം പിള്ളേർ, അവർ കോളേജിൽ പഠിക്കുന്ന പിള്ളേരുടെ റൂം എടുത്ത് ഒരു ഫ്ലാറ്റ് അവരായിരുന്നു. അപ്പോൾ വളരെ വേറൊരു എന്താണ് പറയുക, തങ്ങൾക്ക് വളരെ ഉയർന്ന ജാതിയാണ് എന്നുള്ളൊരു ഭ്രാന്താണ് ജാതിയുടെ ഭ്രാന്ത് എന്നുള്ള ഒരു അന്ന് ഞാൻ പറയാം, ഫെനാറ്റിക്സ് എന്ന് വേണമെങ്കിൽ പറയാം, ഞാൻ ഉയർന്ന ജാതിയിലുള്ള ആളാണെന്നുള്ള ഒരു ഭ്രാന്ത്. അപ്പോൾ അവിടുത്തെ ഒരു പാവം വാച്ച്മാൻ, അയാൾക്ക് ആരുമില്ല, അനാഥനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ വിട്ടുപോയി, അച്ഛനമ്മ മരിച്ചുപോയി, വയസ്സനായി, താടിയൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തിന് കുളിക്കാനായിട്ട് സൗകര്യമൊന്നുമില്ല. എവിടെയെങ്കിലും പബ്ലിക് ടോയ്ലറ്റിൽ അങ്ങനെയൊക്കെ പോയിട്ടാണ് അദ്ദേഹത്തിൻ്റെ അവിടെയൊക്കെയാണ് അദ്ദേഹത്തിന് എല്ലാം ചെയ്യാനും കുളിക്കാനും ഒക്കെ. അത് എല്ലാ സമയത്തൊന്നും പറ്റില്ല. അടുത്ത് പോകുമ്പോഴൊക്കെ ചെറിയ ഷൂരൊക്കെ വരും, അത് സ്മെല്ലുണ്ടാകും. അപ്പോൾ അവിടെ ഈ 2 പെൺകുട്ടികളും താമസിച്ച് ആ ഫ്ലാറ്റിൻ്റെ എതിരിലാണ് ഒരു സ്റ്റെയർ കേസ് ഉള്ളത് മേലെ പോകാനായിട്ട്. അതിന് താഴെ കുറച്ച് സ്ഥലമുണ്ട്. ഈ പാവം അദ്ദേഹത്തിൻ്റെ ആ പെട്ടിയിൽ കുറച്ച് ഡ്രസ്സുകളെല്ലാം ഉണ്ട്. എപ്പോഴെങ്കിലേക്ക് മാറും. ഒരു മുണ്ട് അഴുക്കാകുമ്പോൾ അതിൻ്റെ മേലെ വേറൊരു മുണ്ട് കെട്ടും. ഈ മുണ്ട് എപ്പോഴെങ്കിലാണ് തിരുമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പെട്ടി വെക്കാൻ പാടില്ല, ഈ പെട്ടിയിലൊക്കെ നിൻ്റെ അഴുക്ക് ഡ്രസ്സാണുള്ളത്, അതൊക്കെ എടുത്തിട്ട് പോകും എന്ന് പറഞ്ഞ് ഈ 2 പെൺകുട്ടികളും ഇയാളെ പിടിച്ച് ഇങ്ങനെ ചീത്ത പറയാണ്. അപ്പം ഞാനിത് ഈ കുട്ടികളോട് എങ്ങനെയാണ് നമ്മൾ പോയി സംസാരിക്കുക, നമ്മളെങ്ങനെയാണ് ഉപദേശിക്കുക, എനിക്കൊന്നും അറിയാണ്ട് ഞാനിങ്ങനെ അവിടെ നിന്ന് കാണുകയായിരുന്നു. ഞാനും വേറെ ആളാണ്, ഒരു ക്രിസ്ത്യാനി, അദ്ദേഹം നല്ല ദൈവഭക്തിയുള്ള ഒരാളാണ്. അപ്പം എന്നോട് പറഞ്ഞു, തമിഴിൽ എന്നോട് പറഞ്ഞു, സുരേഷേ നോക്ക്, ഇങ്ങനെ ഒരു പാവത്തിനെ ഒരു ഉപദ്രവിക്കുന്നുണ്ട്, അവർ നാളേക്കുള്ളിൽ അവരുടെ മനസ്സ് മാറും, അവർക്ക് ദൈവം എന്തെങ്കിലും അവർക്ക് പാഠം കൊടുക്കുന്നു പറഞ്ഞു. അങ്ങനെ അന്ന് ഇയാൾ പറഞ്ഞു, എനിക്ക് നിങ്ങൾ വേണമെങ്കിൽ പെട്ടിയൊക്കെ എടുത്ത് കളഞ്ഞോളൂ, ഞാൻ ഈ പെട്ടി എവിടെയാണ് വെക്കാൻ എനിക്ക് അറിയുന്നില്ല, ഇവിടുത്തെ പ്രസിഡൻറ്റും സെക്രട്ടറിമാരും ആരും ഒന്നും ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല, നിങ്ങളിപ്പോൾ വന്ന് 4 മാസമായിട്ടുള്ളൂ, ദിവസം നിങ്ങൾ എന്നെ ചീത്ത പറയുന്നുണ്ട്, പാല് വാങ്ങിക്കാനും അത് വാങ്ങിക്കാനൊക്കെ നിങ്ങൾ അയക്കുന്നുണ്ട്, അപ്പോഴൊന്നും നിങ്ങൾക്ക് എൻ്റെ ഷൂർ അറിയുന്നില്ലേ, പച്ചക്കറിയൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടില്ലേ നിങ്ങൾ 6 മാസമായിട്ട് കഴിച്ചതെന്നൊക്കെ ഇയാൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, നീ എതിർത്ത് സംസാരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ വയസ്സിനെ ചീത്ത പറയും. ഞങ്ങൾക്കിത് കണ്ടിട്ട് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അവസാനം ഇയാൾ പറഞ്ഞു, നമുക്ക് പെൺകുട്ടികളോട് പോയി ചോദിക്കാം. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ വരൂ ചേട്ടാ എന്നൊക്കെ ഞങ്ങൾ തമിഴിൽ വിളിച്ചു. ഞങ്ങൾ ഉള്ളിലേക്ക് ഞങ്ങൾ വേണ്ട പള്ളിയിൽ നിർബന്ധിച്ച് അവർ ഉള്ളിലെടുത്തി ഞങ്ങൾ 2 പേരും സംസാരിക്കും. ഞങ്ങൾ പറഞ്ഞു,
ഞാൻ ആദ്യം പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, നിങ്ങളുടെ ഒരു സഹോദരന്മാരായിട്ട് ഞങ്ങളെ കണ്ടാൽ മതി, ഇങ്ങനെ നിങ്ങൾ ചെയ്യരുത്, ഇതൊക്കെ ഒരു അനീതിയാണ്, ഞങ്ങൾ പറയേണ്ടത് ഞങ്ങളുടെ കടമയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുറച്ചിങ്ങനെ അത് പേടി കൊണ്ടാണോ അല്ലെങ്കിൽ കുറ്റബോധം കൊണ്ടാണോ മെല്ലെ മെല്ലെ കുറച്ച് മുഖത്തിലൊരു കരുണ വന്നു. പറഞ്ഞു, അല്ല, ഞങ്ങൾക്ക് അയാൾ അഴുക്ക അവിടെ വെച്ചിരിക്കുകയാണ്, വൃത്തിയുണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് തിരുമിയ തുണികൾ മാത്രം അദ്ദേഹത്തിൻ്റെ പെട്ടിയിലുള്ളൂ, പുറത്തൊന്നും അതൊന്നും അയാൾ അവിടെ വെച്ചിട്ടില്ല, നിങ്ങൾ എന്തിനാണ് നിങ്ങളെല്ലാ ജോലികളും കടയ്ക്ക് പോകാനും പാല് വാങ്ങിക്കാനൊക്കെ നിങ്ങൾ അദ്ദേഹത്തിന് ഉപയോഗിക്കുന്നില്ല, അങ്ങനെ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഈ അടുത്തുള്ള എൻ്റെ കൂടെ വന്ന ക്രിസ്ത്യാനിയായ ആൾക്ക് വല്ലാത്തൊരു ദേഷ്യം, നല്ല കരുണയുള്ളതാണ്, പാവപ്പെട്ടവനെങ്ങനെ ചോദിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന് സഹിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ഇന്ന് രാത്രി 12 മണിക്കുള്ളിൽ നിങ്ങൾ ചെയ്ത കുറ്റത്തിന് ദൈവം നിങ്ങളെ ശിക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇങ്ങോട്ട് പോന്നു. ഇയാൾ എന്തിനാ കയത്ത് പറഞ്ഞ്, അപ്പോൾ കോഫി കൊണ്ട് തന്നു. ഇയാൾ കാപ്പി ഒന്നും കുടിക്കാണ്ട് ഇയാൾ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനും കഴിക്കുന്നില്ല, അദ്ദേഹം കഴിക്കാണ്ട്. അപ്പോൾ എന്താ ഇയാളിങ്ങനെ ദേഷ്യം, ഞങ്ങളൊന്നും പറഞ്ഞിട്ട് ശരിയെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം കഴിക്കാത്തതുകൊണ്ട് ഞാൻ എങ്ങനെ കഴിക്കാമെന്ന് പറഞ്ഞ് ഞാനും വന്നു. പക്ഷെ അന്ന് രാത്രി ഒരു 11:30 മണിയൊക്കെ ഉണ്ടാവുള്ള സമയത്ത് എൻ്റെ വീട്ടിൽ കോളിംഗ് ബെല്ലടിക്കുകയാണ്. അതിലൊരു പെൺകുട്ടി, 2 പേർക്കും പനി, വല്ലാതെ എൻ്റെ ചേച്ചിക്ക് അധികം പനി, എനിക്കിങ്ങനെ അതിങ്ങനെ ഞങ്ങൾക്ക് ഒന്നും വയ്യാന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് ഞങ്ങളുടെ 2-3 പേര് ഞങ്ങൾ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റിൻ്റെ കാറിൽ അവർ ലേഡിയും അവരെ ഭർത്താവും കൂടി പോയിട്ട് ഇവരെ ഡോക്ടറെ കൊണ്ടുപോയി തിരിച്ച് കൊണ്ടുവന്നിട്ട് അടുത്ത ദിവസം കാലത്ത് ഞങ്ങളെയൊക്കെ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ ചെയ്ത് തെറ്റാണ്, പക്ഷേ ഈ ക്രിസ്ത്യാനി ശപിച്ചുകൊണ്ടാണ്. ഞാൻ പറഞ്ഞത് ക്രിസ്ത്യാനി ശപിച്ചുകൊണ്ടല്ല, നിങ്ങൾ തെറ്റ് ചെയ്ത് എന്തോ പ്രകൃതിയിലെന്തോ ശക്തിയുണ്ട്, അദ്ദേഹം ശപിച്ചല്ല, വേദന സഹിക്കവയ്യാണ്ട് പറഞ്ഞതാണ് പറഞ്ഞു. പിന്നെ അന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങളെയൊക്കെ വിളിച്ചിട്ട് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുക അറിയില്ല, ഈ വാച്ച്മാൻ്റെ കാലിൽ പോയി വീണു, എന്നിട്ട് അദ്ദേഹത്തിന് കുറേ പണവും കുറേ ഡ്രസ്സും എല്ലാം കൊടുത്തു. അതിനുശേഷം 6 കൊല്ലങ്ങൾ ഞങ്ങളൊക്കെ അവിടെ നിന്ന് മാറി 6 കൊല്ലം ആ വാച്ച്മാൻ അവിടെ ഉണ്ടായിരുന്നു. ആ വാച്ച്മാൻ 3 നേരം ആഹാരവും നല്ല ഡ്രസ്സ് എല്ലാം കൊടുത്ത് വളരെ സ്നേഹത്തോടു കൂടി അവർ നോക്കി. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ദേഷ്യപ്പെട്ടതോ അല്ലെങ്കിൽ അവർ ഉപദേശിച്ചൊന്നും വലിയ കാര്യമല്ല. തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കിയിട്ട് ആ 2 പെൺകുട്ടികളും അവർ 6 കൊല്ലം 7 കൊല്ലം അദ്ദേഹത്തിന് നോക്കി. പിന്നെ അവസാനം ഈ 2 കുട്ടികളുടെയും മാതാപിതാക്കൾ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഇയാൾക്ക് ആരുമില്ല, ഇനിയിപ്പോൾ രോഗിയായിട്ട് മാറാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഒരു ഇവിടുത്തെ ഈ ഫ്ലാറ്റിലുള്ള ആൾക്കാരൊക്കെ ഇയാൾ കാലത്തിനും കുറഞ്ഞ ശമ്പളത്തിനും ജോലി കൊടുത്തിട്ട് എന്തെങ്കിലും ശമ്പളം കൊടുക്കും, അയാൾ എവിടെയെങ്കിലും കിടക്കാൻ പോലും റൂമില്ല, മഴയൊക്കെ വന്നാൽ പാവം കഷ്ടപ്പെടും. അപ്പോൾ അദ്ദേഹത്തിന് ഈ കുട്ടികളുടെ പേരൻസ് വന്നിട്ട് ഒരു വൃദ്ധസദനത്തിൽ, നല്ല ഡീസൻ്റ് ആയിട്ടുള്ള വൃദ്ധസദനത്തിൽ പണമൊന്നും കൊടുക്കണ്ട, എന്തെങ്കിലും ചെറിയൊരു തുക കിട്ടിയാൽ മതി. അപ്പോൾ ഈ 2 പെൺകുട്ടികളും പറഞ്ഞ് ഞങ്ങൾ പണം എത്രയാച്ചാൽ കെട്ടിക്കൊള്ളാന്ന് പറഞ്ഞിട്ട് പണമൊക്കെ കെട്ടിയിട്ട് അദ്ദേഹം ഇപ്പോഴും അവിടെ വയസ്സനായി ഇപ്പോഴും അവിടെ സന്തോഷമായി ജീവിക്കുന്നു. ഈ കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഈ കുട്ടികളുടെ കല്യാണത്തിനൊക്കെ പോയിട്ട് അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവന്നു. പിന്നെ ഇടയ്ക്ക് പോയി കാണാറുണ്ട്. ഇവർ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളുള്ള സമയത്ത് ആഹാരവും എല്ലാം കൊണ്ടുപോയി അദ്ദേഹം അവരെ കാണാറുണ്ട്. ആരുമില്ലാത്ത ആ വാച്ച്മാൻ ഇപ്പോൾ ഈ 2 മക്കളും ഈ 2 മക്കളുടെ കുടുംബാംഗങ്ങളും കുട്ടികളും അദ്ദേഹം എന്തെങ്കിലും ഇങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് ഇവർ വരുമോ എന്നുള്ള പ്രതീക്ഷയ്ക്കെങ്കിലും ഇവർ സ്വന്തം ബന്ധങ്ങളായിട്ട് ദൈവം അദ്ദേഹത്തിന് അനുഗ്രഹിച്ചു കൊടുത്തു. പറഞ്ഞു വന്ന ഒന്നല്ല, നമ്മളാരെയും വേദനിപ്പിക്കരുത്. എല്ലാവരിലും ദൈവമുണ്ട്. അതാണ് ഭാഗവതം പറയുന്നത്, എല്ലാ മതങ്ങളും പറയുന്നതാണ്. എല്ലാവരിലും ആ ദൈവമുണ്ട്. നമ്മൾ നമസ്തേ എന്ന് പറയുന്ന സമയത്ത് അവരുടെ ഉള്ളിലുള്ള ആ ആത്മാവിനെയാണ് നമ്മൾ നമസ്തേ എന്ന് പറയുന്നത്. നമുക്കെല്ലാവരും പരസ്പരം നമസ്തേ എന്ന് പറയാം. നമസ്തേ എന്ന് പറയുമ്പോൾ നമുക്കൊരു അഹങ്കാരവും ഇല്ല. എല്ലാവരുടെ മനുഷ്യനുള്ള ആ ആത്മാവിന്, ആ ദിവ്യാത്മാവിന് നമ്മൾ നമസ്കരിക്കുകയാണ്. ആ നമസ്കാരം നമസ്തേ എന്ന് പറയുന്ന സമയത്ത് ആ ദിവ്യാത്മാവ് നമ്മളെ അനുഗ്രഹിക്കും. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്തേ.